ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് നിത്യകല്യാണി ചെടിയെ പറ്റിയാണ്, അഥവാ വിങ്ക എന്നും വിളിക്കും. ഇത് മാത്രമല്ല, പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഈ പൂവ്. നിത്യകല്യാണി പൂക്കളെപ്പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിത്യകല്യാണി പറഞ്ഞു അത് മാത്രം പോരാ, എന്നെപ്പറ്റി ഇനിയും കൂടുതൽ പറയണമെന്ന്. നിത്യകല്യാണിയെപ്പറ്റി നല്ല രസകരമായ കഥകളുണ്ട്. നിത്യകല്യാണിക്ക് വളരാൻ വലിയ ഡിമാൻഡൊന്നുമില്ല, എവിടെ വേണമെങ്കിലും വളരും. അതിനെ തൂക്കിയിട്ട് വളർത്താം, കണ്ടെയ്നറിൽ വളർത്താം, മണ്ണിൽ വളർത്താം, പിന്നെ ഒരു പുഷ്പമെത്ത പോലെയൊക്കെ വളർത്താം. എങ്ങനെ വേണമെങ്കിലും വളർത്താം. പിന്നെ ഈ ചെടി അങ്ങനെ വെയിലത്തൊന്നും വാടിപ്പോകുന്ന ചെടിയൊന്നുമല്ല. വെയിലത്തും വരണ്ട കാലാവസ്ഥയിലുമൊക്കെ നല്ല സ്ട്രോങ്ങായി നിൽക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. പിന്നെ ഇത് ആരെയും അധികം ആശ്രയിക്കുകയൊന്നുമില്ല, എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാലനമേ ആവശ്യമുള്ളൂ. പിന്നെ ഇത് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയാണെന്നല്ലേ, ഇത് വളരുന്ന സീസണിലുടനീളം പൂക്കളിങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും. അതും ഒരു കളറിലുള്ള പൂക്കളൊന്നുമല്ല, പല പല കളർ വെറൈറ്റീസിൽ വിങ്ക ചെടികളുണ്ട്. ഈ കളറുകൾ നമ്മുടെ പ്രകൃതിയെ കൂടുതൽ സുന്ദരമാക്കുന്നു. പിന്നെ ഇതിനെ ഓരോരുത്തരും ഓരോ പേരിലാണ് വിളിക്കുന്നത്. എപ്പോഴും വിരിയുന്നതിനാൽ ഇതിന് ഹിന്ദിയിൽ സദാബഹാർ എന്ന പേര് ലഭിച്ചു. പിന്നെ നമ്മുടെ ഈ പൂവിന് വേറൊരു ശക്തിയുണ്ട്, ദുഷ്ടാത്മാക്കളെ അകറ്റാനുള്ള കഴിവ്. അതാണ് ഇതിൻ്റെ ശക്തി. അതിനാൽ ഫ്രഞ്ചുകാർ ഇതിനെ മന്ത്രവാദികളുടെ വയലറ്റ് എന്ന് വിശേഷിപ്പിച്ചു. കന്നഡയിൽ ഇതിനെ നിത്യപുഷ്പ എന്നും അറിയപ്പെടുന്നു. വേറെയും പല പല പേരുകളുണ്ട്. മലയാളത്തിൽ ഇതിനെ ശവനാരി എന്ന് വിളിക്കപ്പെടുന്നു. പെരിവിങ്കൽ, വിങ്ക, നിത്യകല്യാണി, അങ്ങനെ ഇഷ്ടം പോലെ പേരുകളുണ്ട്. ഇതിനെ ശവനാരി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ശ്മശാനത്തിന് കൂട്ടിരിക്കുന്ന ഒരു പൂവും കൂടിയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ശ്മശാനത്തിലെ ചാരസത്ത് നിറഞ്ഞ മണ്ണ് ഈ ചെടിക്ക് വളരെയധികം ഇഷ്ടമാണ്. തിളങ്ങുന്ന ഇലകളും ഭംഗിയുള്ള പൂക്കളുമുള്ള ഈ പെരിവിങ്കൽ അഥവാ നിത്യകല്യാണി അലങ്കാര മൂല്യങ്ങളും ഔഷധ ഗുണങ്ങളും സമന്വയിപ്പിക്കുന്ന ഒരു സവിശേഷ സസ്യമാണ്. ഇതിൽ ചിലയിനം വിങ്കകൾ നൂറ്റാണ്ടുകളായി വൈദ്യശാസ്ത്രത്തിൽ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തിയൊക്കെ ഉണ്ടെങ്കിലും ഇതിന് കുറച്ച് പൊങ്ങച്ച സ്വഭാവമൊക്കെ ഉണ്ട്. എന്താണെന്നല്ലേ, ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലർക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരിക്കാം. നമ്മുടെ വീടിൻ്റെ മുൻപിൽ തന്നെ നോക്കുന്ന ഇടത്ത് ഈ പൂക്കൾ ഉണ്ടായാൽ മഹാഭാഗ്യവും നല്ല ഐശ്വര്യവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ജോലി കിട്ടാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല ശുഭകാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ പോക്കറ്റിലോ പേഴ്സിലോ ഇതിൻ്റെ പൂവ് ഇട്ടുകൊണ്ട് പോയാൽ മതി, ആ നല്ല കാര്യം നടന്നിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ കല്യാണിക്കുട്ടിയെപ്പറ്റി പറയാൻ. പിന്നെ മാത്രമല്ല, ഈ പൂക്കൾ ശിവഭഗവാന് ഭയങ്കര ഇഷ്ടപ്പെട്ട പൂ കൂടിയാണ്. ഈ പൂവ് ഇരിക്കുന്നിടം ദൈവികത നിറഞ്ഞു നിൽക്കും എന്നും പറയപ്പെടുന്നു. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. തൽക്കാലം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.